റാം കെയർ ഓഫ് ആനന്ദി മലയാളത്തിലെ എണ്ണം പറഞ്ഞ നല്ല നോവലുകളിലൊന്ന്. അത് വായിച്ചു തുടങ്ങുമ്പോൾ റാമിൽ തുടങ്ങി റാമിലൂടെ മറ്റു പലരെയും പരിചയപ്പെട്ട് അവസാനം റാമിൻ്റെ കാത്തിരിപ്പിൽ പ്രതീക്ഷയിൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വിജയിച്ച പ്രണയം, അങ്ങനെ ഒരു പ്രണയത്തിലെത്തി നിൽക്കുകയാണ് ആ നോവൽ. അതിനെക്കുറിച്ച് അതിൻ്റെ സ്രഷ്ടാവായ അതിന് ജന്മം കൊടുത്ത നമ്മുടെ അഖിൽ പി ധർമ്മജൻ തന്നെ നമ്മളോട് പറയട്ടെ. എന്താണ് അങ്ങേക്ക് ആ നോവലിനെ കുറിച്ചും അത് എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അതിൻ്റെ ആ കഥാബീജം ഉള്ളിൽ നാമ്പിട്ടതിനെക്കുറിച്ചും അങ്ങേക്ക് എന്താണ് ABC-യുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ ചെന്നൈയിൽ പോയത് ഒരു നോവൽ എഴുതണം എന്ന ആഗ്രഹത്തിലാണ്. നമ്മൾ എന്താണ് എഴുതേണ്ടതെന്ന് അറിയാതെ ഒരു നഗരത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ പുതിയതായിട്ട് ഓരോ ദിവസവും നമ്മൾ ആളെ കാണുമ്പോൾ വിചാരിക്കും ഇയാളാണോ എൻ്റെ കഥാപാത്രം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതെൻ്റെ കഥയിലെ കഥാപാത്രമായിരിക്കും. ഒന്നും അറിയില്ല, ത്രെഡില്ല, കഥാപാത്രങ്ങളില്ല, ഒരു സാധനവും ഇല്ല. ഇപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പ്രളയം നടന്നിട്ടുണ്ട്. 2017 സമയമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നതിന് മുന്നേ അവിടെ ഒരു പ്രളയം നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ശരി, പ്രളയത്തെ പറ്റി എഴുതാം. പ്രളയം നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല അതുവരെ. അപ്പം പ്രളയത്തിൽ കുറച്ച് മനുഷ്യർ എന്ന് വിചാരിച്ച് പ്രളയത്തിൽ അകപ്പെട്ട പരസ്പരം സഹായിക്കുന്ന കുറച്ച് മനുഷ്യരുടെ കഥ എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്നിട്ട് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് പ്രളയത്തെ അഭിമുഖീകരിച്ച ആൾക്കാരുടെ പോയി ചോദിക്കാൻ തുടങ്ങി, നിങ്ങളെങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചോദിച്ച് കുറേ കളക്ട് ചെയ്തു. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, അതായത് പ്രളയത്തിൽ ആ സമയത്ത് ചെന്നൈയിലുള്ളവർ എനിക്ക് കുറച്ച് ഡേറ്റാസ് തരണം. കുറേ ആൾക്കാർ തരികയും ചെയ്തു. ഞാനിത് എഴുതും തോറും എനിക്ക് തോന്നി ഇത് ഞാൻ ഫേസ് ചെയ്യാത്തൊരു കാര്യമാണ്, എനിക്കത് എഴുതുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഇരുന്ന സമയത്താണ് പഠിക്കാൻ ചേർന്നു അവിടെ ഫിലിം അക്കാഡമിയിൽ. അപ്പോൾ അവിടെ ഫീസുണ്ട് അത്യാവശ്യം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നൊന്നും പൈസ ഒന്നും വാങ്ങിയിട്ടൊന്നും അല്ല പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ താമസിക്കാനായിട്ട് ഒരു ദിവസം നല്ല പൈസ ചെന്നൈയിൽ, ഫുഡിനും അക്കോമഡേഷൻ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ഇതാണ് ഈ കഥയിൽ പറയുന്ന ബിനീഷ് ചേട്ടനെ കണക്കൊരു ചേട്ടനുണ്ടാവും, അനീഷ് ചേട്ടൻ. അപ്പോൾ അനീഷ് ചേട്ടൻ്റെ കൂടെ ആണ്. അപ്പോൾ എങ്കിലും നമുക്ക് കോഴ്സ് ഫീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ പിന്നെ അവിടെ ജോലിക്ക് കയറി. സ്റ്റുഡിയോയിൽ പോയിട്ട് ലൈറ്റ് ആളുടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞാൽ ലൈറ്റ് പിടിക്കാൻ ഓക്കെ ലൈറ്റ് ബോയ് ആയിട്ട്. അപ്പോൾ പുള്ളി ഇവൻസിന് ബർത്ത്ഡേക്കൊക്കെ കൊണ്ടുപോകും, കല്യാണത്തിന് പോകും. അപ്പോൾ നമ്മൾ പോയിട്ട് സൈഡിൽ പോയിട്ട് ഇങ്ങനെ ലൈറ്റ് പിടിച്ചാൽ മതി. അപ്പോൾ അതൊരു പൈസ കിട്ടും. പിന്നെ അവിടെ പച്ചക്കറി അരിയാനായിട്ട് പോകുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പച്ചക്കറി അരിയാൻ പോകും. പിന്നെ അല്ലാതെ ഇവൻസിന് ബലൂൺ പിടിപ്പിക്കാനായിട്ട് പോകും. ആനന്ദിയുടെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ജീവിക്കാനായിട്ട് ഇങ്ങനെ നെട്ടോട്ട് ഓടുകയാണ്. അപ്പോഴാണ് എനിക്ക് അമ്മ ഉണവകം എന്ന് പറഞ്ഞൊരു ഹോട്ടൽ എൻ്റെ ഒരു ഫ്രണ്ട് കാണിച്ചു തരുന്നത്. എടാ നീ, അപ്പം ഞാൻ അവിടെ പോയിട്ട് ഒരു ദിവസം ഒരു ഫുഡ് എന്തെങ്കിലും ഉച്ചക്ക് കഴിച്ചാൽ തന്നെ ഒരു 50 രൂപ ചിലവാകും. വൈകുന്നേരത്തേക്ക് ഒരു 30 രൂപ, 3 പൊറോട്ട വാങ്ങി 30 രൂപയാവും. അപ്പോൾ ഒരു ദിവസം കാൽക്കുലേറ്റ് എത്ര ചെയ്താലും ഒരു 150 രൂപ ആ ഒരു റേഞ്ച് ആവും വണ്ടിക്കൂലിയും കൂട്ടിയിട്ട്. അപ്പോഴാണ് എനിക്ക് പറഞ്ഞു തന്നത് അമ്മ ഉണവകം, അതായത് വലിയ ഇഡലി 1 രൂപയ്ക്ക് കിട്ടും, സാമ്പാർ ഫ്രീ ആണ്. അപ്പോൾ പിന്നെ ഒരു കാസറോൾ വാങ്ങിയിട്ട് 10 രൂപയായിട്ട് അമ്മ ഉണവത്തിൽ പോകും. അപ്പോൾ ഡെയിലി ചെല്ലുന്നവർ അവിടുത്തെ ചേച്ചിമാർ അറിയാം. അപ്പോൾ ഒരു സ്ഥലം കാണിക്കും. അപ്പോൾ നമ്മൾ 10 ഇഡലി തരും, സാമ്പാർ ഒരു ഇതിൻ്റെ അകത്ത് മേടിക്കും. എന്നിട്ട് രാവിലെ 3 എണ്ണം കഴിക്കും, ഉച്ചക്ക് 4 എണ്ണം കഴിക്കും, രാത്രി 3 എണ്ണം കഴിക്കും. 10 രൂപയ്ക്ക് അവിടുത്തെ ചിലവ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ സേവ് ചെയ്യുന്ന പൈസ എനിക്ക് ആ സമയത്ത് ഷോർട്ട് ഫിലിംസ് എടുക്കും. അക്കാഡമിയിൽ നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്യണം ആഴ്ച. പിന്നെ ചില സിനിമകളുടെ സീൻസ് റീക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ക്യാമറ റെൻറ്റിന് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ഓരോന്ന് ആർട്ടിസ്റ്റ് ആരെങ്കിലും അത് അവിടെ ഉള്ളവരൊക്കെ തന്നെ വരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ പൈസ കൊടുക്കണം, ഫുഡ് മേടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ എനിക്ക് പൈസ കിട്ടി. അതിനിടയ്ക്ക് നോവൽ എഴുതുന്ന ഞാൻ മറന്നുപോയി. ഈ നോവൽ എഴുതാനാണ് ഞാൻ വന്നതെന്നേ മറന്നു, സിനിമ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പീരീഡ് എത്തിയ സമയത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റിനും കുറേ കഥാപാത്രങ്ങളുണ്ട്. ആ സമയത്ത് കുറേ കഥാസന്ദർഭങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് അങ്ങനെയാണെങ്കിൽ നല്ലൊരു സംഭവമാണല്ലോ, അങ്ങനെ എഴുതാം. എന്നിട്ടും കുറച്ച് നാൾ കോഴ്സ് കഴിഞ്ഞ് അവിടെ 1 വർഷത്തോളം നിന്നിട്ടാണ് എഴുതിയത്. അപ്പോൾ ചെന്നൈയിൽ ഇപ്പോൾ ഒരു മഴ പെയ്യുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ വികാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചില സമയം ദേഷ്യമായിരിക്കും ആൾക്കാർക്ക്. നമ്മളിപ്പോൾ ബസ്സിൽ പോവുകയാണെങ്കിലും ആരുടെ മുഖം തെളിഞ്ഞതല്ല, അവിടെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു മഴയുള്ള ദിവസമാണെങ്കിൽ എല്ലാവരുടെയും മുഖത്തൊരു ചിരി കാണും. കുട്ടികളുടെ മുഖത്ത്, അച്ഛൻ്റെ മുഖത്ത്, അമ്മയുടെ മുഖത്ത്, വഴിയോര കച്ചവടക്കാരുടെ മുഖത്ത്. അപ്പോൾ എനിക്കതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് മഴയുള്ള ദിവസം, മഴയും ആൾക്കാരുടെ വികാരവും തമ്മിൽ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പിന്നെ ഭക്ഷണ രീതികൾ, അവിടെ പല ഫുഡ്സ് ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പം അതൊക്കെ, പിന്നെ സുണ്ടക്കഞ്ഞി എന്നൊക്കെ പറയുന്നത് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ എനിക്കൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത് തൈര് സാദം, സാമ്പാർ സാദം, അത് ലെമൺ റൈസ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ കൾച്ചറുമായിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് അവിടുത്തെ കൾച്ചർ.
ഇത്തിരി സിമിലാരിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു വീടിൻ്റെ ഒരു ശൈലിയാണെങ്കിൽ പോലും നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ കൺസ്ട്രക്ഷനും തമിഴ്നാട്ടിലെ കൺസ്ട്രക്ഷനും അവിടെ ഒരു 1.5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു 10 ഫാമിലി മേളിൽ താമസിക്കും, സ്റ്റെപ്പ് വെച്ചിട്ട് അവർ. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തും ജീവിക്കും അവർ, എന്ത് ജോലിയും ചെയ്യും. അപ്പം എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ എന്ത് ജോലിയും ചെയ്യുന്ന ഒരു പെൺകുട്ടി ചെന്നൈയിലുള്ളത്, അവളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയാണ് ആനന്ദി ജനിക്കുന്നത്. അങ്ങനെ ആനന്ദിക്ക് ഒരു മാതൃകയേ ഇല്ല, പൂർവ്വ മാതൃകയില്ല, ഇല്ല, പൂർണ്ണമായും ഭാവനയാണ്. അതെ. അതിനുശേഷം ആനന്ദിയുടെ പിതാവും മാതാവും എല്ലാം അതെ. അങ്ങനെ ഒരാളില്ല. അപ്പൊ ഞാൻ എല്ലായിടത്തും ചെന്നിട്ട് ആൾക്കാർ ചോദിക്കും ആനന്ദി ഉണ്ടോ? അല്ല, ആനന്ദി ഇല്ല, ആനന്ദിനെ ഞാൻ ക്രിയേറ്റ് ചെയ്താന്ന് പറഞ്ഞ ആൾക്കാർ ഇല്ല, ഞങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അതെ. മല്ലി പക്ഷെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ചെന്നൈയിൽ. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയത്ത് ഒരുപാട് പേരെ പരിചയമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ കഥകൾ അറിയാം. പക്ഷെ ആനന്ദി എനിക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്താന്ന് പറഞ്ഞിട്ട് ആനന്ദിക്ക് ഒരു സ്റ്റോറി അതെ. അപ്പൊ ആനന്ദിനെ എഴുതുന്ന സമയത്ത് പക്ഷെ ആനന്ദിയെ കണക്കുള്ള ഒരുപാട് പേരെ ഞാൻ ചെന്നൈയിൽ പരിചയപ്പെട്ടു. കാരണം ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. ഞാൻ ട്വിസ്റ്റ് ആയതുകൊണ്ട് അത് റിവീൽ ചെയ്യുന്നില്ല. ഒരു രാജ്യത്തിനെ പറ്റി പറയുന്നുണ്ട്, രാജ്യത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ആ പ്രശ്നം മൂലം വന്നുവിടുന്ന അതെ. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാർ തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട് കുറച്ച്. അപ്പൊ ഞാൻ അവരുടെ ചോദിക്കുമ്പോൾ കൃത്യമായ ഐഡന്റിറ്റി പോലും ഇല്ലാത്ത ആൾക്കാരാണ് അവർ, അഭയാർത്ഥികളായിട്ട് വന്നവർ. അപ്പൊ അവരെങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ള പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു ഏജിലുള്ള ഒരു പെൺകുട്ടിയാണ് ആ സമയത്ത് വന്നിട്ടുള്ളതെങ്കിൽ അതൊരു ത്രെഡ് കിട്ടി. അതിനെപ്പറ്റി ഞാൻ പിന്നെ റിസർച്ച് ചെയ്തെന്ന് പറയാനായിട്ട് അങ്ങനെ വന്നിട്ടുള്ളവരെ മാത്രമല്ല, ആ രാജ്യത്തുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് എന്തൊക്കെയായിരുന്നു അവിടെയുള്ള പ്രശ്നങ്ങൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യുദ്ധം നടന്ന സമയത്ത് ഇങ്ങനെ ബ്രൂട്ടലി കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതൊക്കെ അറിയുന്നതും. അപ്പം എനിക്ക് എഴുതാനായിട്ട് ഇങ്ങനെ കിടക്കുക അങ്ങ്. അപ്പോൾ പിന്നെ അങ്ങ് വരുമായിരുന്നു, പിന്നെ അങ്ങ് എഴുതി കണക്ട് ചെയ്ത് അങ്ങ് പോവുമായിരുന്നു. ചില പോർഷൻസ് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കാരണം ബുക്ക് ലെങ്ത് ആയി പോകും. മല്ലിയുടെ സത്യം പറഞ്ഞാൽ മല്ലിയുടെ ഒരു ബുക്ക് തന്നെ എഴുതാനായിട്ടുണ്ട്. മല്ലിയുടെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും അതെ. അതിന്റെ ഏതായാലും കഥയുടെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായോ? അതിന് ബുദ്ധിമുട്ട് വന്നില്ല, കാരണം രണ്ടാമത്തെ ബുക്ക് ഞാൻ പറഞ്ഞില്ല ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതിന്റെ ഗുണം കിട്ടി. മൂന്നാമത്തെ ബുക്ക് ആയപ്പോഴേക്ക് ഈ റിജക്ട് ചെയ്തിട്ട് പബ്ലിഷിംഗ് കമ്പനികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ബുക്ക് നമ്മൾ DC ആദ്യമേ വന്നിട്ട് ചോദിച്ചു. DC നല്ലൊരു എഡിറ്റർ ഉണ്ട്, രാമദാസ് എന്ന പേര്. അപ്പൊ അദ്ദേഹമാണ് ആദ്യം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് എടാ നിന്റെ അടുത്ത ബുക്ക്, ഞാനിത് എന്തെടുത്ത് കഥ പബ്ലിക്കേഷൻ ചെയ്തിട്ട് ഇതിന്റെ കവർ റിലീസ് ചെയ്തായിരുന്നു ആദ്യമേ. ഈ കവർ തന്നെ അന്ന് തന്നെ ഭയങ്കര കാച്ചി ആയിരുന്നു, കളർ പാറ്റേൺ ഒക്കെ നന്നായിട്ട് നോക്കിയിട്ടാണ് ചെയ്തത്. ഹരിൺ എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തത്. അപ്പൊ ഇത് സുഹൃത്തുക്കൾ ഭയങ്കര പോകണ്ട എനിക്ക് അഖിലിന്റെ നിർമ്മിതിയിൽ അഖിലിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. തീർച്ചയായിട്ടും ഞാനത് അമ്മ കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരാണ് അല്ലേ? അതെ. ആ നോവലിലും അത് പ്രകടമാണ്, റാം കെയർ ഓഫ് ആനന്ദിയിലും അത് പ്രകടമാണ്. തീർച്ചയായും ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് സൗഹൃദം എന്ന് പറയുന്നത്, നമുക്ക് 2 ടൈപ്പ് ആൾക്കാരുണ്ട് നമ്മുടെ ലൈഫിൽ. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളല്ല, അവര് കുറെ ആൾക്കാർ പരിചയക്കാരാണ്. നമ്മളിപ്പോ സുഹൃത്തുക്കളല്ല, അവരല്ല. അടുപ്പിക്കുകയും ചെയ്യരുത്, സുഹൃത്താക്കാൻ കൊള്ളാവുന്നവനെ എടുക്കാവൂ. തീർച്ചയായിട്ടും സൗഹൃദം എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്കത് പിന്നീട് അത് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പല രീതിയിലും. നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പഠിച്ചു എന്ന് വെച്ചിട്ട് ആ ക്ലാസ്സിലുള്ളവരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല, ആവാനും പാടില്ല. നമ്മൾ ആ ക്ലാസ്സിൽ വന്നതുകൊണ്ട് നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരാണത്. പക്ഷെ അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യേണ്ടവർ നമ്മൾ തീരുമാനിക്കണം. നമ്മളുമായിട്ട് ചേർന്ന് പോകുന്ന, നമ്മുടെ കുറവുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ നേരെ ആക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അല്ലാതെ ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അതായത് ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്, പുറകിൽ നിന്ന് പണി തരാറുണ്ട്, ഒരുപാട് പണി തന്നിട്ടുണ്ട്, അനുഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു റാം കെയർ ഓഫ് ആനന്ദി ഇറങ്ങുന്നത് 2020 ഡിസംബർ എന്ന് വെച്ചാൽ ആളുകളുടെ കയ്യിൽ കിട്ടുന്നത് 2021 ജനുവരി. അതുമല്ല, കോവിഡ് ടൈമിനാണ് ഇറങ്ങുന്നത്. കോവിഡ് ടൈമാണ്, അതുകൊണ്ടായിരിക്കുമോ തുടക്കത്തിൽ അത് സ്ലോ ആയിട്ടാണോ മൂവ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. എന്ന് മുതലാണ് ഇത്ര വലിയൊരു ബൂമിലേക്ക് പോയത്? കടകൾ തുറന്ന് എല്ലാം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ പയ്യെ കോവിഡ് കൊണ്ടൊന്ന് സ്ലോ ആയതാണ്. DC-യുടെ ചില മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആ പുസ്തകത്തിന്റെ പ്രൊമോഷനിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? അവരുടെ ഒരു
വാലന്റൈൻസ് ഡേ തീർച്ചയായിട്ടും പ്രൊമോഷൻസ് ഉണ്ട്. അതെങ്ങനെയാന്ന് പറയുന്നത്, വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ബുക്കുകൾ പരക്കം പാഞ്ഞ് നടക്കുന്നതാണ്. ഓൾറെഡി നമ്മുടെ ബഷീർ സാറിന്റെ ഒക്കെ പ്രേമലേഖനമൊക്കെ ഒരുപാട് ഗിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഇനി അടുത്ത പുതിയത് വേണ്ട എന്തെങ്കിലും ഓൾറെഡി അതൊക്കെ മാസ്റ്റർ പീസ് ആണ്. അത് ഓൾറെഡി ഞാനൊക്കെ എത്രയോ തവണ വായിച്ചതാണ്. അപ്പൊ ആൾക്കാരും വായിച്ചു. അപ്പൊ അടുത്തതിലേക്ക് ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്ന കുറെ ബുക്സ് ഉണ്ട്. അപ്പൊ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും എനിക്കൊരു റൊമാൻറ്റിക് ഫിക്ഷൻ എഴുതണം, ആൾക്കാരത് ഗിഫ്റ്റ് ചെയ്യണം, സമ്മാനം കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും, ആൾക്കാർ അതിൽ സന്തോഷം കണ്ടെത്തണം എന്ന് വിചാരിച്ച്. അപ്പോഴും ഇത് റിലീസ് ചെയ്യുമ്പോഴേ എനിക്ക് ഒരു ഏതാ പറയുക, ഒരു പിക്ചർ ഉണ്ട്, നിറത്തിൻ്റെ അകത്ത് ശാലിനിയും കുഞ്ചാക്കോ ബോബനും ലവ് ആൻഡ് ലവ് കൊള്ളി എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഉണ്ട്. ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ ഇത് ഫ്രണ്ട്സിന് അയച്ചിട്ടൊന്ന് ഇതുപോലെ ഗിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു നമുക്ക് നോക്കാം, നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ആൾക്കാരോട് ഗിഫ്റ്റ് ചെയ്യണമെന്ന്. പക്ഷേ ഇത് ആദ്യത്തെ ഫെബ്രുവരി 14 ജനുവരി ഡിസംബറിൽ ഇറങ്ങി ഇത്. അപ്പൊ ഞാൻ പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നിങ്ങൾ പ്രണയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൈൻ ചെയ്തിട്ട് അയക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് ഞാൻ കുറെ ചെയ്തു. പക്ഷേ അത് കോവിഡ് ടൈം ആയിരുന്നു, കുറച്ചൊക്കെ പറ്റുള്ളൂ. 2ാം വർഷവും അങ്ങനെ ചെയ്തു. പക്ഷെ 22-ലും 23-ലും ഒക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. 2024 ആയപ്പോഴേക്കും DC ബുക്സിന് 23 ഭയങ്കരമായിട്ട് 23 തൊട്ട് അതെ ഒരു 16 എഡിഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പെട്ടെന്നൊരു ചാട്ടം ഉണ്ടായിട്ടുള്ളത്. 16 എഡിഷൻ ആയോ? ഇപ്പൊ 47ാമത്തെ എഡിഷൻ. അതെ, ഈ വർഷം എന്തായാലും 50 ആവും. അതായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഞാൻ പുസ്തകത്തിന്റെ കണ്ടന്റിനെ കുറിച്ചൊന്നും പറയണ്ട, ആളുകൾ ഇനിയും വാങ്ങി വായിക്കട്ടെ, നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കട്ടെ ആ പുസ്തകം. എനിക്ക് അറിയാൻ താല്പര്യമുള്ള, ഞങ്ങൾക്ക് പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം, ഈ പുസ്തകത്തിന്റെ ഒരു സക്സസ് സീക്രട്ട് എന്തായിരിക്കുമെന്നാണ് എഴുത്തുകാരൻ കരുതുന്നത്? സീക്രട്ട് ആയിട്ടില്ല. ഞാൻ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ആ ഒരു DC-യുടെ ആ ഒരു ഇത് വെച്ചല്ലോ, അവരുടെ ആ പ്രണയദിനത്തിൽ അവർ വെച്ചപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് അട്രാക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്തപ്പോൾ ഇത് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള പെൺകുട്ടികളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഞാൻ ആഗ്രഹിച്ച പുസ്തകം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള പെൺകുട്ടികൾ എന്താക്കും, നീ എനിക്ക് വാങ്ങി തന്നില്ലോ എന്ന് പറഞ്ഞിട്ട് കാമുകന്മാരുടെയൊക്കെ പറയും, ബഹളം ഉണ്ടാക്കും. അങ്ങനെ ആ ഒരു ബഹളം ഞാൻ പലരിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടി, ഇതിന്റെ ഈ സിനിമാറ്റിക് നോവൽ എന്നൊരു വിശേഷണം എഴുത്തുകാരൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന മട്ടിൽ അതിനെ ഓരോ വരികളും ദൃശ്യവൽക്കരിക്കാൻ തോന്നുന്ന, നമ്മളെ മനസ്സിന്റെ റെറ്റീനയിൽ ഇങ്ങനെ വന്നിട്ട് ദൃശ്യങ്ങളായിട്ട് പതിയുന്ന മട്ടിലാണ് അതിന്റെ ആവിഷ്കാരം. സിനിമ പഠിക്കാൻ പോയതിന്റെ ഒരു ഗുണം നോവലിൽ കിട്ടിയെന്നാണോ? ഞാൻ പണ്ടോട്ട് തന്നെ വിഷ്വൽ ചെയ്യും. എൻ്റെ ഫസ്റ്റ് 2 ബുക്കും സിനിമാറ്റിക് മോഡൽ തന്നെയാണ്. പക്ഷെ 3ാമത്തെ ആയപ്പോഴേക്കും കുറച്ചുകൂടെ സിനിമ പഠിച്ചതുകൊണ്ടും പിന്നെ 2018 സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്തത് കൊണ്ടും എനിക്ക് കുറച്ചുകൂടെ എഴുതാനായിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് മോഡൽ തോന്നി, കുറച്ചുകൂടെ ആൾക്കാരിൽ വിഷ്വലി കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ടുവന്നപ്പോഴേക്കും ആൾക്കാർക്ക് കുറച്ചുകൂടെ നന്നായിട്ട്, അതായത് വിഷ്വൽ ചെയ്യാനായിട്ട് പറ്റി. ഒരു ക്രാഫ്റ്റ്സ്മാൻ കയ്യിലുള്ളതാണ് ഇതിന്റെ സക്സസിന്റെ ഒരു കാര്യം എന്ന് തീർച്ചയായിട്ടും അല്ലേ, ദൈവാനുഗ്രഹം പോലെ കിട്ടിയതാണ്. അത് മറ്റാർക്കും ഉണ്ടാക്കി തരാൻ പറ്റില്ല. അവസാനമായി എന്താണ് ഇനിയുള്ള എഴുത്ത് പദ്ധതികൾ? പുതിയ ബുക്കിന്റെ എഴുത്ത് കഴിഞ്ഞു, എഡിറ്റിംഗ് നടക്കുകയാണ്. രാത്രി 12-ന് ശേഷം എന്നാണ് ബുക്കിന്റെ പേര്. രാത്രി 12 പേരൊക്കെ കവറൊക്കെ ഓൾറെഡി റിലീസ് ആക്കിയതാണ്. DC തന്നെയാണോ? DC തന്നെയാണ് ബുക്ക്. ഇനിയുള്ള പുസ്തകങ്ങളൊക്കെ DC തന്നെ ചെയ്യും? അങ്ങനെയല്ല. ഇപ്പൊ എന്താ പറയട്ടെ, DC ഞാൻ ഒരിക്കലും ഞാൻ അതിൽ നിൽക്കുന്നോണ്ട് പറയുന്നതല്ല. DC നല്ല രീതിയിൽ ബുക്ക് അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏത് രാജ്യത്താണെങ്കിലും നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ എത്തിക്കും. അപ്പോൾ ഷാർജ ഫെസ്റ്റ് പോലുള്ള ഫെസ്റ്റിവലിലൊക്കെ അവർ അത്രയും ബുക്കുകൾ ഇത്രയും ടവർ കണക്ക് കൊണ്ട് അവർ അടുക്കി വെച്ചിട്ട് അതെല്ലാം അവർ വിൽക്കുന്നു. ഷാർജ ഫെസ്റ്റിന് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ട്. അപ്പോൾ എന്തായാലും DC തന്നെയാണ് ഇത് ചെയ്യുന്നത്. മുന്നോട്ടുള്ള പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മാതൃഭൂമി ആണെങ്കിൽ അവിടുന്ന് ആൾക്കാർ വിളിക്കാറുണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പാണ്. മനോരമയിലെ ചേട്ടന്മാർ വിളിക്കാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും ഞാൻ ഒരെണ്ണം തരാം. അപ്പൊ എല്ലാരും ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണം. ഇപ്പൊ ആരും മലയാളത്തിലെ ഏത് പബ്ലിഷറും അഖിലിനെ കാത്തിരിക്കുന്നു ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട്. എല്ലാരും പബ്ലിഷ് ചെയ്യട്ടെ, അഖിലിന് കൂടുതൽ എഴുതാൻ കഴിയട്ടെ. നമ്മുടെ മലയാള വായനയിലെ ഞാൻ എപ്പോഴും നമിക്കുന്നത്, പുതിയ തലമുറയിൽ ഇതോ വായന മരിച്ചു എന്ന് നമ്മുടെ കാരണവന്മാരൊക്കെ വിലപിക്കുന്ന കാലത്താണ് പ്രധാനപ്പെട്ട എഴുത്തുകാരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ പുസ്തകം വിറ്റു പോകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ല, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പുതിയ കുട്ടികൾക്ക് വായിക്കാൻ തോന്നുന്ന കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ മാറ്റിവെച്ച് ഈ പുസ്തകം വായിച്ചിട്ട് തന്നെ കാര്യമെന്ന് തീരുമാനിക്കുന്ന മട്ടിലേക്ക് കുട്ടികളെ എത്തിച്ച ഒരു സേവനമുണ്ടല്ലോ, അതൊരു മികച്ച സാംസ്കാരിക പ്രവർത്തനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിർവഹിച്ച എഴുത്തുകാരൻ ABC-യിൽ വന്നതിൻ്റെ സന്തോഷം. തീർച്ചയായിട്ടും അങ്ങേക്ക് ദീർഘായുസ്സും ആരോഗ്യവും നേരുന്നു, നല്ല എഴുത്ത് ജീവിതം നേരുന്നു. ഇനിയും കൂടുതൽ എഴുതാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.